ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിക്കഴിഞ്ഞു. ഈ മൺഡേ മോട്ടിവേഷൻ ഡേ ഉറ്റുനോക്കിയിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഇതൊരു ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാനോ ഒന്നും വരുന്ന ദിവസമല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് തോട്ട് പ്രോസസ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. പക്ഷേ അതുമായിട്ട് എഗ്രി ചെയ്യുന്ന, അതുമായിട്ട് ചേർന്ന് പോകുന്ന, അതേപോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. എൻ്റെ അതേ അഭിപ്രായം അല്ലാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. ഒരു വളരെ മൈനോറിറ്റിയാണ് അത് ശരിയല്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അത് അവരുടെ ഒപ്പീനിയനാണ്. അതിലെനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അതങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയാം, ഒരു പ്രശ്നമില്ല. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മുടെ ആശയങ്ങൾ കൈമാറുക, അത്രേ ഉള്ളൂ. 10 വർഷം മുന്നേ ഞാൻ ചിന്തിച്ചിരുന്ന രീതിയിലല്ലല്ലോ ഞാൻ ഈ 10 വർഷം കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നത്, ഇപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ ചുറ്റുമുള്ള സിനാരിയോ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ മാറുന്ന കേരളമാണ്, മാറുന്ന ലോകമാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഈ മാറ്റം, എന്ത് മാറ്റമാണെങ്കിലും ഈ സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയാൻ, സാമൂഹികമായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അവിടെയാണ് നമ്മളുടെ ഒരു വിജയം വരുന്നത്. കാര്യം ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ മാറില്ല, കാലഘട്ടം മാറിയാലും ഞാൻ മാറില്ല, ഞാൻ അങ്ങനെ ഇരിക്കുകയുള്ളൂ, എൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാലം മാറി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഒരു ജനറേഷൻ പിന്നിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് വരാൻ നോക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം, ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞുതരാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. നമുക്കറിയാത്ത പല കാര്യങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്നും അത്രയും ഭയങ്കര ഒരു ടെക് സ്പെഷ്യലിസ്റ്റുകളല്ല. നമുക്ക് മൊബൈലിൽ പരിമിതമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമായിരിക്കാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അവർ അതിനെക്കാട്ടിലുമൊക്കെ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഇപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷേ അതേസമയം നമ്മൾ കാണുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. നെഗറ്റീവായിട്ടെന്ന് പറയുമ്പോൾ ദോഷകരമായ രീതിയിലുള്ള ഒരു ഭയങ്കരമായ സോഷ്യൽ ചേഞ്ചും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ നല്ല രീതിയിൽ അവബോധം നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്കുണ്ടാകുക എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ പലരുടെയും ചോദ്യമാണ്, ഇപ്പോൾ കുട്ടികളുടെ ജനറേഷൻ, പല ജനറേഷൻ, അവരിപ്പോൾ ഒരു വലിയൊരു അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്, വലുതാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള അപകട സാധ്യതകളും വഴിതെറ്റാനും അവർ ചതിക്കുഴികളിൽ എത്തിപ്പെടാനുമുള്ള സാധ്യതകളും വളരെ വലുതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് കുട്ടികളെ രക്ഷിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എങ്ങനെ അവരെ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇതൊക്കെ ഓരോ പാരൻറ്റിൻ്റെയും മനസ്സിലുള്ള ഭയങ്കര ഒരു ആങ്സൈറ്റിയാണ്. അവർക്കെല്ലാം വലിയ ടെൻഷനുള്ള ഒരു ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും അത്തരം വളരെ ദുഷിച്ച പ്രവണതയാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിനെക്കുറിച്ച് 100% ഭയങ്കര ലിറ്ററേറ്റാണ് നമ്മൾ, സാക്ഷര കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും ക്രിമിനൽ ആക്ടിവിറ്റീസാണ്, ഡ്രഗ്സിനെ കുറിച്ചുള്ള വാർത്തകളാണ്. കുട്ടികൾ, അതായത് കേരളത്തിൻ്റെ മാനസിക അവസ്ഥ വളരെ അപകടകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും വളരെ ശ്രദ്ധാപൂർവ്വം നിന്നില്ലെങ്കിൽ അപകടകരമായ രീതിയിൽ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിലുള്ള ആ ഒരു സ്വാധീനം നമുക്ക് നഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ, സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു മാറ്ററാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ജനറേഷനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുമല്ലോ. ഉപദേശിച്ചാൽ എന്താ സംഭവിക്കുക, ഉപദേശിക്കുന്നവനും കൂടെ ശത്രുവാകുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഉപദേശം കൊണ്ട് വരണ്ടേ. ഇപ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട് ഇപ്പോഴത്തെ ടീനേജേഴ്സും ആൾക്കാരും ഒക്കെ, തന്ത വൈബ്, തള്ള വൈബ്, അങ്ങനെയൊക്കെ പറയും. അങ്കിൾ വൈബ് എന്നൊക്കെ പറയില്ലേ, അമ്മാവൻ വൈബ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തന്ത വൈബ് എന്ന് പറയുമ്പോൾ ഒരു പ്രായമുള്ള അച്ഛന്മാരെ പറയുന്നതാണ് തന്ത വൈബ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർ മനസ്സുകൊണ്ട് പ്രായമായി എന്നാണ് പറയുന്നത്. അപ്പോൾ തള്ള വൈബ് എന്ന് പറഞ്ഞാൽ അമ്മമാരും മെൻ്റലി ഒരു പുറകോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നാണ് അവർ കാണുന്നത്. അപ്പോൾ വൈബൊക്കെ മാറ്റി പിടിക്കേണ്ട സമയമായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രായമായാലും കുട്ടികളുടെ ഒപ്പത്തിനൊപ്പം വൈബ് പിടിച്ചു പോകണം, അല്ലെങ്കിൽ അവർ പിന്തിരിപ്പന്മാരായിട്ട് പിന്തള്ളപ്പെടും, പാരൻസ് ആണെങ്കിൽ പോലും. അപ്പോൾ കുട്ടികൾക്കൊപ്പത്തിനൊപ്പം നമ്മൾ നിന്നാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവരെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും പറ്റില്ല. ഉപദേശിക്കുന്നവർ സ്വാഭാവികമായിട്ടും ശത്രുവാകുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്രൈം
ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയെ കുടുംബത്തിലുള്ള ആൾക്കാരെയെല്ലാം കൊല്ലുന്നു, ഗ്രാൻഡ് പാരൻസിനെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, ഗേൾ ഫ്രണ്ടിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ പാർട്ട്ണറെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ബന്ധങ്ങൾക്കൊന്നും ഇപ്പോൾ വിലയില്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നല്ല ബന്ധങ്ങളും ഉണ്ട്, പക്ഷേ വഷളായി പോകുന്ന രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊക്കെ ചിന്തിക്കണം. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. കുട്ടികളുടെ മാനസിക അവസ്ഥ, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, കുട്ടികൾക്ക് മെൻ്റലി വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പോരാതെ വരുന്നതും പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. അവരുടെ കൂടെ അവർ കറങ്ങി നടക്കുന്ന അവരുടെ ഫ്രണ്ട്സ് അവരെ സ്വാധീനിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവർ ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് സിസ്റ്റം, അത് വീട്ടിൽ കിട്ടാതെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഡ്രഗ്സ് ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഡ്രഗ്സിൻ്റെ അബ്യൂസ്, അങ്ങനെ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര കാരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പാരൻറ്റും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോഴും കോളേജിലേക്ക് അയക്കുമ്പോഴും വളരെയധികം ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ വിടുന്നത്. അവരുടെ ആങ്സൈറ്റി ലെവൽ എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കേരളത്തിലെ ആൾക്കാരുടെ മാനസികമായ അവസ്ഥ അല്ലെങ്കിൽ മാനസിക ആരോഗ്യം കൂടിക്കൊണ്ടിരിക്കുകയാണോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം. അപ്പോൾ ഹെൽത്തി തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടികളെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വീട്ടിനകത്ത് പാരൻസ് തമ്മിലുള്ള ഐക്യം, അവർ തമ്മിലുള്ള സ്നേഹം, ഇതെല്ലാം കുട്ടികൾ കാണണം, കുട്ടികൾ കണ്ടു വളരണം. അവരുടെ ഫ്രണ്ടിൽ വെച്ച് സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് കുട്ടികൾ കാണണം. അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കണം. വഴക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ ഫ്രണ്ടിൽ വെച്ച് ആകരുത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ മുറിക്കകത്ത് അവരുടെ പ്രസൻസ് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാം. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ, സ്വാഭാവികമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ ഒരു ദാമ്പത്യത്തിൽ എന്തായാലും ഒരുപാട് ഇഷ്യൂസ് വന്നു പോകും. ഡെയിലി ഒന്നിച്ച് ജീവിച്ച് പോകുന്ന എല്ലാ കുടുംബത്തിലും ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ ചെറിയ കുട്ടികളായിട്ടാണല്ലോ വലുതാവുന്നത്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട്, ഞാൻ ഇനി ഒരു സ്റ്റേജ് കഴിഞ്ഞവരുടെ കാര്യമല്ല പറയുന്നത്, ഇപ്പോഴും ചെറിയ കുട്ടികൾ വീട്ടിലുള്ള ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ അവരോടാണ് സംസാരിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോഴും ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴും കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അവരുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. അവർ കാണുമ്പോൾ അച്ഛനമ്മ വളരെയധികം സ്നേഹത്തോടു കൂടി പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും അങ്ങനെ ജീവിക്കുന്നതാണ് കാണേണ്ടത്. പിന്നെ നിങ്ങളുടെ കുട്ടികളെ അതേപോലെ ഓപ്പണായിട്ട് സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണം. സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. ഒരു പക്ഷേ അച്ഛനും അമ്മയ്ക്കും മനസ്സിൽ ഭയങ്കര സ്നേഹമുള്ള വീടുണ്ട്. അച്ഛന് കുഞ്ഞിനോട് ഇഷ്ടം, അമ്മയ്ക്കും അതുപോലെ ഇഷ്ടം, പക്ഷെ പുറത്ത് കാണിക്കില്ല. പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് അവരെ ശാസിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും, അതൊക്കെ സ്നേഹത്തിൻ്റെ പല പല രൂപങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ മെത്തേഡ് അതല്ല. അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഒരു ഉപദേശവും സ്നേഹപ്രകടനമായിട്ടൊന്നും കാണില്ല, ശാസിക്കുന്നതും കാണില്ല. അവരുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അത് വളരെ എവിഡൻ്റാണ്. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അവർ അച്ഛനമ്മമാരിൽ നിന്ന് അകന്നകന്ന് പോവുകയുള്ളൂ. അപ്പോൾ പാരൻസ് എപ്പോഴും അവരോട് സൗഹൃദം സ്ഥാപിക്കുകയും സുഹൃത്തുക്കളെ പോലെ പെരുമാറുകയും ചെയ്യുക. അവർക്ക് എന്തും വന്ന് പറയാനും ഓപ്പൺ അപ്പ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം, ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും അപ്പോൾ സ്നേഹം കണ്ടു വളരണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവർക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ അവർക്കൊരു പേടി, വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവുമോ, അറിഞ്ഞാൽ കുഴപ്പമാണോ, ഞാൻ ചെന്ന് പറഞ്ഞാൽ എനിക്ക് തല്ല് കിട്ടുമോ, വഴക്ക് കിട്ടുമോ, എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കില്ലേ, അതിന് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആങ്സൈറ്റീസ് അവർക്കുണ്ടാവാൻ പാടില്ല. അങ്ങനെ കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത്, അതായത് വീടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുമ്പോഴാണ് വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് പഠനാവശ്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ സപ്പോർട്ട് ഇല്ലാത്തൊരു വീട്ടിലെ കുട്ടി, അച്ഛനമ്മമാരുമായിട്ട് ഭയങ്കര ക്ലോസ് അല്ലാത്തൊരു കുട്ടി പുറം ലോകം കാണുമ്പോൾ, അവരുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ അവരെ സ്നേഹിക്കാനായിട്ട് ഒരു പറ്റം സുഹൃത്തുക്കളെ കിട്ടും. അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷേ പുതിയ സുഹൃത്ത് വലയങ്ങളിലേക്ക് അവരെത്തും. അവിടെ സാന്ത്വനം ഉണ്ടാകും, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് ഡിസ്കസ് ചെയ്യാം. അതെല്ലാം അവരെന്ത് ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യുന്നത് സുഹൃത്തുക്കളോടായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ, നിങ്ങളോട് ഒരു അച്ഛനമ്മമാരെന്നുള്ള നിലയ്ക്കല്ല, സൗഹൃദത്തിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ ആ സ്പേസിൽ അവർ പറയേണ്ട കാര്യങ്ങൾ മറ്റ് ചെവികളിലേക്കാണ് പോകുന്നത്. അത് ഏത് രീതിയിലൊക്കെ മാനിപ്പുലേറ്റഡ് ആകും, ഏത് രീതിയിലായിരിക്കും അവർ ഉപദേശിക്കുന്നത്. നല്ല ആളുകളുടെ കയ്യിലെത്തിയാൽ നല്ലത്, മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയാൽ മോശപ്പെട്ട അവസ്ഥയിലൂടെ ഉപദേശങ്ങളൊക്കെ കേട്ടാൽ ഒരു പക്ഷേ ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ പല രീതിയിലേക്കും വഴിതെറ്റിപ്പോകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുതിലേ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ കതിരിൽ കൊണ്ട് വളം വയ്ക്കാൻ പാടില്ല എന്ന് പറയില്ല. നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇതും ഉപദേശ രൂപേണ അല്ല പറയേണ്ടത്, നമ്മൾ പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്.
നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അവർ കാണുന്ന സമയത്തെല്ലാം നമ്മൾ സ്നേഹമാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. പരസ്പരം സ്നേഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനായിട്ടും ഒക്കെ. അപ്പോൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവരുടെ ഫ്രണ്ടിൽ കുഞ്ഞായിരിക്കും ചെയ്യരുത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കണ്ട് അവർക്ക് നമ്മളോട് ഇത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് കണ്ട് വളർന്നാൽ ഒരു പക്ഷേ അവർ റോങ് ഹാൻഡ്സിലേക്ക് എത്തപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അമിതമായിട്ട് കുട്ടികൾക്ക് പണമൊക്കെ കൊടുത്തിട്ട് അവരെ വഷളാക്കാതിരിക്കുന്നതും നല്ലതാണ്. ആവശ്യത്തിന് മാത്രം കൊടുക്കുക. നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും പൈസ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാരിക്കോരി കൊടുക്കരുത്. ആവശ്യത്തിന് കൊടുക്കണം. പൈസയുടെ വില അറിഞ്ഞ് വളർത്തണം. ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് അച്ഛനമ്മമാർ പൈസ ഉണ്ടാക്കുന്നതെന്നുള്ളതും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ കുട്ടികളും അറിഞ്ഞ് വളരണം. പല വീടുകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികളെ അറിയിക്കാണ്ട് വളർത്തും. എൻ്റെ കുഞ്ഞിതൊന്നും അറിയണ്ട, കഷ്ടപ്പാടൊന്നും അറിയണ്ട, അവൻ നല്ല ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ അവൾ നന്നായിട്ട് വളരട്ടെ, നമ്മൾ കഷ്ടപ്പെട്ടാലും അവർ കഷ്ടപ്പെടാതെ വളരണം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ അവരറിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മളോടും ആ പൈസയോടും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. പൈസ ദൂർത്തടിച്ച് കളയാതെയും ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അച്ഛനമ്മമാർ എനിക്ക് വേണ്ടി ചിലവാക്കുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ അവരെ അറിയിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഒരു പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ ഇങ്ങനെ ഈ ഭയങ്കരമായ അതായത് റിയാലിറ്റീസ് ഒന്നും കാണിക്കാതെ വളർത്തിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാത്തിനെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യണം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ചതിക്കുഴികൾ, ഇതെല്ലാം അവരുമായിട്ടും ചർച്ച ചെയ്യണം. നമുക്ക് അബദ്ധങ്ങൾ പറ്റാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും. പിന്നെ കുട്ടികൾ പഠിക്കാനായിട്ട് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലേക്ക് പോകാം, വിദേശത്തേക്ക് പോകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അവർ ബോർഡിങ്ങിൽ ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നുണ്ടാവും, ഗ്രൂപ്പായിട്ട് ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ കോൺടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം. എല്ലാ ദിവസവും അവരെ വിളിച്ച് സംസാരിക്കുക, വീഡിയോ കോളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ടച്ച് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പറ്റുമെങ്കിൽ കോൺഫറൻസിലിട്ട് സംസാരിക്കുക. അച്ഛനും അമ്മയും സിബ്ലിങ്സ് 1-2 കുട്ടികൾ പല സ്ഥലത്താണെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസവും ഒരു സമയത്തെങ്കിലും ആ ഒരു കോമൺ ആയിട്ട് എല്ലാവരും കൂടി ഇത് മൊബൈലിൽ വന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഓൺലൈനായിട്ട് കണ്ടിട്ട് വീഡിയോ കോളിലൊക്കെ വന്നിട്ട് ഗ്രൂപ്പായിട്ട് വരാം. ഓക്കെ, വന്നിട്ട് എല്ലാവരും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പങ്കിടുക. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പോലും നിങ്ങളെപ്പോഴും കോൺസ്റ്റൻ്റ്ലി അവരുമായിട്ട് ടച്ചിൽ ഇരിക്കണം. എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് ആ ഒരു കെയർ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് അച്ഛനമ്മമാരോടും കുടുംബത്തോടും നാടിനോടും ഒക്കെ ഒരു സ്നേഹം ഉണ്ടാവും. കംപ്ലീറ്റായിട്ട് വിട്ടു പോകുന്നില്ല. കംപ്ലീറ്റായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കേ വിളിക്കുകയുള്ളൂ. വല്ലപ്പോഴും ഒന്ന് ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വിളിക്കുന്നു, അവർക്ക് പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും വിളിച്ച് പറയുന്നു. അവർക്ക് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് മാത്രം. അല്ലാത്ത സമയമൊക്കെ അവരവർ ഫ്രണ്ട്സായിട്ടിരിക്കണം. നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം, അവർ പോയല്ലോ അത്രയും നല്ലതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടേതായൊരു സെൽഫിഷ് ലോകത്തേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ ഒരുപാട് ചതിക്കുഴികളിലേക്ക് നമ്മുടെ കുട്ടികൾ ചെന്നെത്തപ്പെടും. അപ്പോൾ ഉപദേശമല്ല വേണ്ടത്, ശാസനയുമല്ല വേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഇൻ ടച്ച് ആയിരിക്കണം. നമ്മുടെ സ്നേഹം അവർ തൊട്ടറിയണം. നമ്മുടെ പ്രവൃത്തികളിലൂടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ കുടുംബത്തോട് വരുത്തണം. അവർക്ക് കുടുംബത്തോടും എല്ലാവരോടും ആ ഒരു സ്നേഹവും ഒരു ഭയങ്കരമായൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാക്കി വെക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഇനിയുള്ള ജനറേഷനെയൊക്കെ അങ്ങനെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പടിക്ക് പുറത്താണ് ഉപദേശിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ തന്ത വൈബും തള്ള വൈബും ഒക്കെ മാറും. പിന്നെന്ത് കാര്യം, നമ്മൾ വെറും കോമഡി പീസാവും. ചില സ്ഥലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ വിളിക്കുകയാണെങ്കിൽ അവർ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് താമസിക്കുകയാണെങ്കിൽ ഫോണിൻ്റെ റിംഗ് ടോൺ പോലും അച്ഛൻ വിളിക്കുമ്പോൾ ഒരു ടോൺ, അമ്മ വിളിക്കുമ്പോൾ ഒരു ടോൺ, അതൊക്കെ ഒരു കോമഡി ടോൺ, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് മൂഡ്സിലാണ് അവരിട്ട് വയ്ക്കുന്നത്. വന്നു വിളിക്കാൻ, അച്ഛൻ്റെ വിളി എന്ന് പറയുമ്പോൾ വേറൊരു എന്താ പറയുക, ഒരു പേടിപ്പിക്കുന്നൊരു സൗണ്ടായിട്ടായിരിക്കും റിംഗ് ടോൺ വരുന്നത്. അമ്മ വിളിക്കുമ്പോൾ വേറൊരു ടോണായിരിക്കും. ഇതൊന്നും ഒരു സ്നേഹത്തിൻ്റെ ടോണായിരിക്കില്ല അപ്പോൾ വരുന്നത്. അവർക്കതൊരു ശല്യം വിളിക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ടോണിലായിരിക്കും അവരിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈബിലേക്കൊന്നും നമ്മൾ പോകരുത്. അപ്പോൾ നമ്മൾ അവരുടെ ഓണേഴ്സാണെന്നുള്ള രീതിയിലല്ല ബിഹേവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രസവിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ നമ്മുടെ ഒരു സ്വത്തായിട്ട് കണ്ട് നമ്മുടെ ഓണർഷിപ്പായിട്ട് വെച്ചിട്ട് ഒരു ബാർഗെയിനിങ് പവറിൽ കാണരുത് ഒരിക്കലും. അവരും ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡൻ്റ് അല്ലാതെ അവർ പോകേണ്ട ആൾക്കാരാണ്. ആ ഒരു തോട്ട് മനസ്സിലെപ്പോഴും ഉണ്ടാകണം. നമ്മൾ ആരെയും ഓൺ ചെയ്യുന്നില്ല, നമ്മളെ കുഞ്ഞാണ് ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്.
ഓരോ വ്യക്തിയും ഇൻഡിപെൻഡൻ്റ് ആണ്. ആരും ആരുടെയും സ്വന്തമല്ല എന്നൊന്നും ഞാൻ പറയില്ല, സ്വന്തം തന്നെയാണ്, രക്തബന്ധം തന്നെയാണ്, ഒക്കെയാണ്. എങ്കിലും നമ്മളാരും അവരെ വിലക്കെടുത്ത് വാങ്ങിച്ചതോ അല്ലെങ്കിൽ നമ്മുടേതാണ്, നമ്മുടെ സ്വത്താണ്, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമുക്ക് കയ്യിൽ പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. എല്ലാവരും ജനിക്കുമ്പോൾ എന്താ പറയുക, ഇൻഡിപെൻഡൻ്റായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ അവരും ഇൻഡിപെൻഡൻ്റായി പോകും. അപ്പോൾ എന്നും നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ കൺട്രോൾ മെക്കാനിസം ഒന്നും അവിടെ നടക്കില്ല. നമുക്ക് ഇൻഡയറക്റ്റായിട്ട് സ്നേഹത്തിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അവരുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ ചുറ്റും നടക്കുന്ന, ലോകത്ത് നടക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. അതിനെക്കുറിച്ച് അവരുടെ വ്യക്തമായ അഭിപ്രായം, നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം, ഇതെല്ലാം പരസ്പരം എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓർക്കുക. ഇത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. എൻ്റെ ആ ഒരു സ്റ്റേജെല്ലാം കഴിഞ്ഞു, എൻ്റെ കുട്ടികളെല്ലാം സെറ്റിലായി കഴിഞ്ഞു, അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് തന്നെയാണ് അന്ന് കുട്ടികൾ വളർന്ന സ്റ്റേജിലെ ഓരോ സ്റ്റേജിലും കുറച്ച് വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേയൊക്കെ ഭാഗ്യമാണ്, ദൈവാധീനമാണ് എന്നൊക്കെ പറയാം. പിന്നെ നല്ല ഈശ്വര വിശ്വാസം കുട്ടികളിൽ കുഞ്ഞിലേ തന്നെ വളർത്തുന്നത് നല്ലതാണ്. ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പമാണ്. അത് ഏത് ജാതി, ഏത് മതം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ശക്തിയിലും വിശ്വസിക്കാം. അപ്പോൾ ഒരു ദൈവഭയം എന്നാണ് പണ്ടൊക്കെ പറയുന്നത്. ദൈവഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഭയക്കണം, ദൈവത്തിനെ ഭയക്കണം. ദൈവത്തിനെ ഭയക്കുകയല്ല വേണ്ട, ദൈവത്തിനെ സ്നേഹിക്കണം. ദൈവം എന്നുള്ളൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ പവർ പോലെ നമ്മുടെ ഒരു ശക്തിയാണത്. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് ചായാൻ തോന്നുമ്പോൾ, നമുക്കൊരു വീക്ക്നെസ് വരുമ്പോൾ, നമുക്കൊരു സപ്പോർട്ടിന് ദൈവമേ എന്നല്ലേ വിളിക്കുക. അപ്പോൾ ഞാനിത് ദൈവവിശ്വാസികളുടെ കാര്യത്തിലാണ് കേട്ടോ പറയുന്നത്. നിരീശ്വരവാദികൾക്ക് ഇതൊരു പക്ഷേ ഞാൻ പറഞ്ഞ ഈ പോയിൻ്റ് ചിലപ്പോൾ ശരിയാവില്ല, അത് ഇറ്റ്സ് ഓക്കെ. എത്തിസ്റ്റുകൾക്ക് അവരുടേതായ കാരണങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. നമുക്ക് ഏതിലേക്കെങ്കിലും നമുക്കൊന്ന് സപ്പോർട്ടീവായിട്ട് കയറി പോകണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചാരാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ ദൈവം. ആരാണെങ്കിലും ആ ദൈവം എന്നുള്ളൊരു സൂപ്പർ ശക്തി. അപ്പോൾ ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മൾ, അതുപോലെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളത് കുഞ്ഞിലേ തന്നെ പഠിപ്പിച്ചു കൊണ്ടുപോവുക. ടീച്ചേഴ്സാണെങ്കിലും ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ഓക്കെ, അങ്ങനെ ഒരു റെസ്പെക്റ്റ്, ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പോൾ ഇത് നമ്മളും നമ്മുടെ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണം, മക്കളോട് റെസ്പെക്റ്റോടു കൂടി തന്നെ പെരുമാറണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ചതിക്കുഴിയെല്ലാം നമുക്ക് കുറച്ച് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സേഫ് ഗാർഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെയോ പോകണമെന്ന് പറയുമ്പോഴും നമ്മളത് എത്രത്തോളം ഹെൽത്തിയാക്കി കീപ്പ് ചെയ്യാം. ഇനി വരുന്ന ജനറേഷനിലും ചെറിയ കുട്ടികളായിരിക്കുന്ന പാരൻസും ഒക്കെ ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ടുള്ള ജീവിതം വളരെ വളരെ സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. വളരെ ശ്രദ്ധാപൂർവ്വം കൊണ്ടുപോകണം. നിങ്ങളുടെ എഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ഈ കാര്യത്തിലൊക്കെ. വളരെ ലൈറ്റായിട്ട് ഇതൊന്നും കാണരുത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ മെത്തേഡ്സ് പറയാനുണ്ടാവും. ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.